ജസ്ന ലീവാണ്. ജസ്ന ലീവാണ്. പിന്നെ ഹസീന ലീവ് പറഞ്ഞിട്ടുണ്ട്. ഷാനനെ കാണുന്നില്ലല്ലോ. ജസീനയും ഇല്ലല്ലോ. അവിടെ പോയി. പിന്നെ നമുക്ക് ഈ ക്ലാസ്സും കൂടെ കഴിഞ്ഞ പിന്നെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഷാന. അപ്പൊ നമുക്ക് ഇന്ന് പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, പിന്നെ ഏതാണ് പർച്ചേസ് റിട്ടേൺ ഉണ്ട്, സെയിൽസ് റിട്ടേൺ, അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, പിന്നെ ക്രെഡിറ്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, പിന്നെ പ്രൊഡക്ഷൻ. ഇതില് പ്രൊഡക്ഷൻ ഈ വേർഷനിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ക്യൂബയില്. ഞാൻ നോക്കിയിട്ട് വരാം. പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തോ. പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ കൊടുത്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്നില്ല കേട്ടോ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതിൽ ആദ്യം നമുക്കൊരു ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം. ചെയ്തോ, കമ്പനി ക്രിയേറ്റ് ചെയ്തേ ഞാൻ. ഇല്ല, ക്രിയേറ്റ് ആവുന്നുള്ളൂ. വെയിറ്റ്. ഉം. ക്രിയേറ്റ് ആയി. ഉം. ആദ്യം നമുക്കൊരു ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റ് പർച്ചേസ് എൻ്റർ ബില്ലേഴ്സ് എടുത്തിട്ട് ചെയ്യാം. എൻ്റർ ബിൽസിൽ അതിൽ വെൻഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ABC ട്രേഡേഴ്സ്. എന്നിട്ട് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ പറയാൻ വിട്ടു, ക്ലോസ് ചെയ്യട്ടാ. ഇത് ആക്റ്റീവ് ആക്കി കൊടുക്കണം. ഈ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യാം. എഡിറ്റില്, പ്രിഫറൻസില്, ഇൻവെന്ററി ആൻഡ് സർവീസില്, കമ്പനി പ്രിഫറൻസില് ഇൻവെന്ററി ആൻഡ് പർച്ചേസ് ഓർഡേഴ്സ് ആർ ആക്റ്റീവ്. ഇത് ആക്റ്റീവ് ആക്കി കൊടുക്കാട്ടോ. എന്നാലേ ഇൻവെന്ററി ചെയ്യുന്ന സമയത്ത് ടൈപ്പ് മാറ്റി കൊടുക്കാൻ പറ്റും. അത് ആക്റ്റീവ് ആക്കിയ ശേഷം എൻ്റർ ബില്ലോട്ട് ചെയ്യാം.
വെണ്ടർ നെയിം കൊടുത്തിട്ട് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡിന് കൊടുത്ത് പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഇൻവെന്ററി പാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐറ്റം നെയിം കൊടുക്കാം, TV. പിന്നെ കൊടുക്കേണ്ടത് ഇൻകം അക്കൗണ്ട്, അത് സെയിൽസ് ആക്കി കൊടുക്കും, ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ക്വാണ്ടിറ്റി 10 കൊടുക്കാം. കോസ്റ്റ് 20,000 കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ? കഴിഞ്ഞ എല്ലാവരും മൈക്ക് ഓഫ് അല്ല. കഴിഞ്ഞു. കഴിഞ്ഞ ഉം. ഓക്കെ, നമുക്ക് ഇതിന്റെ റിട്ടേൺ ചെയ്യാം. പർച്ചേസ് ചെയ്തതിൽ നിന്ന് ഒരു 2 നമ്മൾ റിട്ടേൺ അയക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എൻ്റർ ബിൽസ് എടുക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മെയില് കണ്ടോ, ബില്ല് ക്രെഡിറ്റ് എന്നുണ്ടോ മെയില്, അതില് ക്രെഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എത്രയുള്ള പർച്ചേസ് റിട്ടേൺ, ഇവിടെ ക്രെഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വെൻഡർ സെലക്ട് ചെയ്യാം. ABC ട്രേഡേഴ്സിന് നമ്മൾ 2 റിട്ടേൺ ചെയ്യുന്നതാണ് കേട്ടോ, പർച്ചേസ് റിട്ടേൺ. ഇവിടെ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കാം. TV ക്വാണ്ടിറ്റി 2 കൊടുക്കാം. കോസ്റ്റ് സെയിം, എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ 40,000. 2 TV നമ്മൾ റിട്ടേൺ അയക്കുന്നത്, പർച്ചേസ് റിട്ടേൺ. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് ക്ലോസ്. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ ചെയ്യാം. ഇത് എഴുതി എടുത്തോ കേട്ടോ, എന്നിട്ട് സെയിൽസ് റിട്ടേൺ ചെയ്യാം. കഴിഞ്ഞ ഇനി സെയിൽസ് റിട്ടേൺ. ആദ്യം നമ്മൾ ഒരു ക്രെഡിറ്റ് സെയിൽ ചെയ്യാം. ക്രിയേറ്റ് ഇൻവോയ്സസ്, ക്രെഡിറ്റ് സെയിൽ ക്രിയേറ്റ് ഇൻവോയ്സസ് എടുക്കാം. കസ്റ്റമർ ആഡ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. ആനന്ദ്
ഓക്കെ കൊടുക്കാം. ഐറ്റം സെലക്ട് ചെയ്യാം. 3. ക്വാണ്ടിറ്റി 3. റേറ്റ് 25,000. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. ഇനി സെയിൽസ് റിട്ടേൺ. റീഫണ്ട്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ഇവിടെ കണ്ടോ, റീഫണ്ട്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഇതെടുക്കാം. കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കാം. കേൾക്കുന്നില്ലേ? ഉണ്ട്. കസ്റ്റമർ ആനന്ദ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതായിട്ടാണ്? ടി വി. ടി വി സെലക്ട് ചെയ്യാം. നമ്മള് ഒരു ടി വി റിട്ടേൺ വന്നതായിട്ട് കാണിക്കാം. സെയിൽസ് റിട്ടേൺ ക്വാണ്ടിറ്റി 1 കൊടുക്കാം. സെയിൽസ് റിട്ടേൺ ആണ്. ആനന്ദ് 3 വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ 1 റിട്ടേൺ അയച്ചു. നമുക്ക് നേരത്തെ കൊടുത്ത റേറ്റ് 25,000 കൊടുക്കാം. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ക്രെഡിറ്റ് സൈഡ് അല്ലേ, നമുക്ക് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. സേവ് ആൻഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഉം. ഇവിടെ ക്യാഷ് സെയിൽ ആണെങ്കിൽ, ആദ്യം ക്യാഷ് വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇതിൽ ഗിവ് എ റീഫണ്ട് എന്ന് കൊടുക്കാം. ഇതിപ്പം ക്രെഡിറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അപ്ലൈ ടു ആൻ ഇൻവോയ്സ് കൊടുക്കാം. ക്രെഡിറ്റ് സെയിലാണ്, ക്യാഷ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ റീഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റിട്ടേൺ കാണിച്ചാൽ മതി. അപ്പം അപ്ലൈ ടു ആൻ ഇൻവോയ്സിൽ കാണിച്ചാൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഐറ്റം ആ ഒരു റേറ്റിൽ സെലക്ട് ആയിട്ട് കാണും. ഡൺ കൊടുക്കാം. ഇത്രയുള്ള സെയിൽസ് റിട്ടേൺ എഴുതിയെടുത്തോ. അതിന് ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് സെയിൽ ആണെങ്കിൽ നമുക്കിപ്പോ ആനന്ദിന് നമ്മൾ ക്യാഷിലാണ് ഐറ്റം വിറ്റതെങ്കിൽ ഗിവ് എ റീഫണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കണം. അതല്ലെങ്കിൽ ഇൻവോയ്സിൽ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. എഴുതിയെടുത്തോ.
ഏതാ വേർഷൻ? ക്യൂക്ക് ബുക്ക് പ്രോ 16 ആ 2016 തന്നെയാ. ഇതില് പിന്നെ സെയിൽസ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പർച്ചേസ് ഓർഡർ ചെയ്യാൻ പറ്റും, സെയിൽസ് ഓർഡർ ഇതിൽ ചെയ്യാൻ പറ്റൂല. ഇന്ത്യയിലുണ്ട്. ഞാൻ പർച്ചേസ് ഓർഡർ പറഞ്ഞുതരാം, അതുപോലെ തന്നെ സെയിൽസ് ഓർഡറും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 23-ലുണ്ടോന്നല്ലേ? ഉം. 2023-ലുണ്ടോന്നല്ലേ? സെയിൽസ് ഓർഡർ കാണുന്നുണ്ട് ഇവിടെ, ആ ഉണ്ടല്ലേ? ആ. ഓക്കെ, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ലാത്തവര് തൽക്കാലം ജസ്റ്റ് നോട്ട് എഴുതി എടുക്കുക കേട്ടോ. ഈ ഒരു വേർഷനിൽ കാണുന്നില്ല. പർച്ചേസ് ഓർഡർ, ഇനി ജസ്റ്റ് പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. പർച്ചേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യാം. സെയിം പാർട്ടിക്ക് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, ABC ട്രേഡേഴ്സ് കൊടുക്കാം. ഇവിടെ PO നമ്പർ എന്നാണ്, അവിടെ നമ്മൾ ഓർഡർ നമ്പർ കൊടുക്കാം. 01 കൊടുത്തോ. ശേഷം ഓർഡർ ചെയ്യുന്ന ഐറ്റം TV കൊടുക്കാം. ക്വാണ്ടിറ്റി കൊടുക്കാം, 20 കൊടുക്കാം. റേറ്റ് 20,000 തന്നെ. ടോട്ടല് നമ്മൾ 4 ലാഖിന്റെ ഓർഡർ ആണ്, 20 TV. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് ക്ലോസ് കൊടുക്കാം. ഇനി നമ്മൾ ഓർഡർ കൊടുത്ത പ്രകാരം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ കഴിഞ്ഞ് ഇനി പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ റിസീവ് ഇൻവെന്ററി ചെയ്യാം. ക്വാണ്ടിറ്റി എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചിട്ട് ക്വാണ്ടിറ്റി 20. 20 അല്ലേ? 25,000 അല്ല, റേറ്റ് 20,000. ഇനി ആസ് പെർ ഓർഡർ നമ്മൾ പർച്ചേസ് ചെയ്യാം. റിസീവ് ഇൻവെന്ററി എടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിസീവ് ഇൻവെന്ററി വിത്ത് ബില്ല് ഉണ്ടാവും, അത് കൊടുക്കാം. വെൻഡർ സെലക്ട് ചെയ്യാം, ABC ട്രേഡേഴ്സ്, യെസ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വരും. ടിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ 01 പ്രകാരമുള്ള ഓർഡർ ആണോ പർച്ചേസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പം അത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, 40,000 ഓർഡർ പ്രകാരം നമ്മൾ 20 ഐറ്റം പർച്ചേസ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ 10 ഐറ്റം മാത്രം ഓർഡർ കൊടുത്തത് 20, 10 ഐറ്റം മാത്രമേ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇവിടെ 10 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ 20 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സേവ് ആൻഡ് ക്ലോസ്, ഇത്രേ ഉള്ളൂ. ഇത് എഴുതിയെടുക്കാം. ഓർഡർ ചെയ്യുന്നതും ഓർഡർ പ്രകാരം പർച്ചേസ് ചെയ്യുന്നതും ഒന്ന് എഴുതിയെടുത്തോ.
ഇനി സെയിൽസ് ഓർഡർ ഇപ്പൊ എനിക്കിതിലില്ല. ആർക്കാണ് ഇടില്ലെന്നാണ്? ഷഫ്നക്കോ? ഷഹനക്ക്. ഷാനക്കോ? ആ, ഷാനാന്ന് പേര്, ഷഹനാന്നാ? ഷഹന. ആ, ഓക്കെ. സെയിൽസ് ഓർഡർ ഉണ്ടെങ്കിൽ സെയിൽസ് ഓർഡറിൽ ക്ലിക്ക് ആ, ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ആ, എടുത്ത്. എടുത്തിട്ട് അവിടെ SO നമ്പർ ഇല്ലേ, ആ, അവിടെ സെയിൽസ് ഓർഡർ നമ്പർ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യാം, ഐറ്റം കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യാം. ക്വാണ്ടിറ്റിന്റെ പേര് ഓർഡേർഡ് എന്നുള്ള. ഉം. ക്വാണ്ടിറ്റി എന്നുള്ളതിന് പകരം ഓർഡേർഡ് എന്ന് ഉള്ളൂ. ആ ക്വാണ്ടിറ്റി മതി, കുഴപ്പമില്ല. അവിടെ എത്രയാണോ ഓർഡർ ചെയ്യുന്നത്, ഓർഡർ കിട്ടിയത് അത് കൊടുക്കാം. എത്രയാ കൊടുത്തേ? ഞാൻ 10 എടുത്ത്. 10 കൊടുത്തു. ഉം. 25 അല്ലേ? ആ, ഓക്കെ. ഇനി സേവ് ചെയ്ത്. സേവ് ചെയ്തില്ലേ? ആ, ഇനി ഓർഡർ പ്രകാരം നമ്മൾ സെയിൽ ചെയ്യുന്നത്, ക്രിയേറ്റ് ഇൻവോയ്സസ് എടുക്കാം. പർച്ചേസ് ഓർഡർ പോലെ തന്നെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പാർട്ടി നെയിം കൊടുക്കുക. പിന്നെ ഒരു ബോക്സ് വന്നു, സ്പെസിഫൈ വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്. ക്രിയേറ്റ് എന്താ ഇൻവോയ്സ് വരുന്നത്? ക്രിയേറ്റ് ഇൻവോയ്സ് ഫോർ ആൾ ഓഫ് ദി സെയിൽസ് ഓർഡർ. നെക്സ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ഇൻവോയ്സ് ഫോർ സെലക്ടഡ് ഐറ്റംസ്. അത് കൊടുത്തോ, ക്രിയേറ്റ് ഇൻവോയ്സ് ഫോർ സെലക്ടഡ്. എന്നിട്ട് ഏത് ഐറ്റം ആണോ നമ്മൾ ഓർഡർ കിട്ടിയത്, സോറി, ഓർഡർ പ്രകാരം സെയിൽ ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ആയോ? എത്രയേ ഉള്ളൂ കേട്ടോ സെയിൽസ്, ഓർഡർ പ്രകാരം സെയിൽ ചെയ്യുന്നത്. ഇതിലില്ലാത്തവര് പ്രശ്നമില്ല. നമ്മൾ ഇപ്പം കമ്പനിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവിടെ പർച്ചേസ് ഓർഡർ വരും, സോറി സെയിൽസ് ഓർഡർ. ആ സമയത്ത് നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്തില്ല, അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വേറൊന്നുമില്ല. ഇനി നമ്മള് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ക്യാഷ് ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് ഡിസ്കൗണ്ട് പഠിച്ചില്ലേ നമ്മൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിന്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അത് ഇതിൽ ചെയ്യേണ്ടത് ഡിസ്കൗണ്ട്, സോറി, എത്രയാണോ റേറ്റ് അതിൽ നിന്ന് ഡിസ്കൗണ്ട് പെർസെന്റേജ് കഴിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി കൊടുത്താൽ മതി, സോറി റേറ്റ് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ ചെയ്ത പോലെ ഇതിലാണ് പീച്ച് ഡീൽ ചെയ്തിട്ടില്ലേ, അതിൽ ചെയ്യുന്ന പോലെ കൊടുത്താൽ മതി. ഇനി നമ്മൾ പാർട്ടിക്ക് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യില്ലേ, ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോ വെൻഡേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു, വെൻഡേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 1000 നമുക്ക് ഡിസ്കൗണ്ട് റിസീവ് കിട്ടി. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ പാർട്ടിക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ പേ ബില്ല് എടുക്കാം. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉം. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് കൊടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്യാഷോ ബാങ്കോ വേണ്ടേ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അതാ ചോദിക്കുന്നത്.
ഇപ്പൊ നമ്മള് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തില്ലേ ഈ പാർട്ടിയുടെ അടുത്തുനിന്ന്, ഓ ഈ എമൗണ്ട് കൊടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, മൊത്തം 6 ലാക്ക് അല്ലേ? അല്ലേ? ആ ഓക്കെ. ഇനി ഇതില് നമ്മള് പാർട്ടിക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതില് റിട്ടേൺ കഴിച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ കൊടുക്കണ്ടു. ഉം. അപ്പൊ അതില് സെറ്റ് ക്രെഡിറ്റ് എന്നുണ്ടോ അതില്? സെറ്റ് ക്രെഡിറ്റ്സ്, ആ അതിൽ ക്ലിക്ക് ചെയ്യാ. നമുക്കിങ്ങനെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതില് നമ്മൾ റിട്ടേൺ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ഉം. ഓക്കെ, അപ്പൊ ഇത് ടിക്കറ്റ് തന്നെ ഉള്ളത് ഡണ്ണ് കൊടുക്കാം. പിന്നെ ഇപ്പുറം സെറ്റ് ഡിസ്കൗണ്ട് എന്നുണ്ടോ, ഉം. അതിൽ ക്ലിക്ക് ചെയ്യാ. ഡിസ്കൗണ്ട് എമൗണ്ട് എന്നുള്ളിടത്ത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്നുള്ളിടത്ത് ഒരു 1000 കൊടുക്കാം. പാർട്ടിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1000 ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടി. അപ്പം 1000 അവിടെ കൊടുക്കാം. ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്രിയേറ്റ് ചെയ്യാ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം. ഇനിയിപ്പോ നമ്മള് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അക്കൗണ്ട് എന്ന് കാണും താഴെ. അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോ ചെക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് ആഡ് യൂണിവേഴ്സിറ്റി ബാങ്കിന്റെ പേര് ക്രിയേറ്റ് ചെയ്യുക കേട്ടാ. ഉം. അപ്പം ക്യാഷിൽ കൊടുക്കുക. എന്നിട്ട് പേ സെലക്റ്റഡ് ബില്ല് കൊടുക്കാം. ഡണ്ണ് കൊടുക്കാം. റിട്ടേൺ കഴിച്ചിട്ടില്ല ടോട്ടൽ എമൗണ്ട്, ഡിസ്കൗണ്ടും കഴിച്ച് ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഡണ്ണ് കൊടുക്കാം. ശരി. ഇത് എഴുതിയെടുത്തോ. പേയ്മെന്റ് ടു വെൻഡേഴ്സ് വിത്ത് ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ ചെയ്തത്.
കഴിഞ്ഞ ആ ഓക്കെ. ഇനി നമ്മള് കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടുന്നു. ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 10,000 കിട്ടുന്ന സമയത്ത് നമ്മളൊരു 1,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ക്രെഡിറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ പാർട്ടിയുടെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടുന്ന സമയത്ത് ഏതിൽ നമ്മൾ ചെയ്തേ? റിസീവ് പേയ്മെന്റ്. യെസ്, റിസീവ് പേയ്മെന്റ്സ് എടുക്കാം. റിസീവ്ഡ് ഫ്രം ആനന്ദ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ടോട്ടല് 75,000 ആണ് കിട്ടാനുള്ളത്. ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലില് ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ്സ് എന്നുണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആണ് ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുക്കേണ്ടത്. എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്നതിന്റെ അടുത്ത് 1,000 കൊടുക്കാം. ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്നുള്ളിടത്ത് ഡിസ്കൗണ്ട് അലൗഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആണ് വരാം. നമ്മൾ അവർക്ക് എക്സ്പെൻസിന്റെ അലൗഡ് ചെയ്ത് അണ്ടറിലല്ലേ? ഏഹ് എക്സ്പെൻസിന്റെ അണ്ടറിലല്ലേ? അതെ, അക്കൗണ്ട് ടൈപ്പ് എക്സ്പെൻസ്. ഡൺ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാല് സേവ് കൊടുക്കും. അതിൽ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്യാഷ് കൊടുക്കണം കേട്ടോ. ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ആയി കൊടുക്കാം. ഇവിടെ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ചെക്ക് ആണെങ്കിൽ ചെക്ക്. ഓ എന്തിലും ഏതാ കൊടുക്കണ്ടേ? ഇതിൽ ക്യാഷ് കൊടുത്തോ. ആ. ചെക്ക് ആണെങ്കിൽ ഇപ്പുറം ചെക്ക് കൊടുത്താൽ മതി. ഇതില് പിന്നെ ക്യാഷിൽ പോവണമെങ്കിൽ പ്രിഫറൻസിൽ നമ്മള് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ്സ് ആക്റ്റീവ് ആക്കി കൊടുത്തിട്ട് കമ്പനി പ്രിഫറൻസിൽ യൂസ് അൺഡെപ്പോസിറ്റ് ഫണ്ട് ആസ് ഡിഫോൾട്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ക്യാഷിലേക്ക് മാറൂട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ക്യാഷിലേക്ക് പോകൂല എമൗണ്ട്. ഇപ്പൊ ക്യാഷ് കിട്ടുന്ന സമയത്ത്
ഇപ്പൊ പേയ്മെന്റ്സ് ഇനി എടുക്കുന്ന സമയത്ത് നോക്കിയോ, ഇവിടെ ഡെപ്പോസിറ്റ് ടു എന്നാണ്ടാ ഈ ഒരു ഓപ്ഷൻ, അത് ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വരും. അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്യാഷ് കൊടുക്കുക. ഇനി ബാങ്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ ബാങ്ക് വരും, അല്ലെങ്കിൽ ആഡ് യൂണിവേഴ്സിറ്റി ഏത് ബാങ്കാണോ അത് കൊടുക്കാം. ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ എഡിറ്റ് പ്രിഫറൻസിൽ പോയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്ത് കൊടുക്കാം, ഈ ഐറ്റം ആൻഡ് ഇൻവെന്ററി പോയിട്ട് കമ്പനി പ്രിഫറൻസിൽ ഇൻവെന്ററി ആൻഡ് പർച്ചേസ് ഓർഡേഴ്സ് ആർ ആക്റ്റീവ് കൊടുക്കുക. അപ്പോഴേ നമുക്ക് പർച്ചേസ്, ഇൻവെന്ററി, അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തന്നെ പേയ്മെന്റ്സ് ഉണ്ട്. പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി പ്രിഫറൻസിൽ ഇവിടെ ടിക്കായിട്ട് കിടക്കുന്നുണ്ടാവും, അതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ മാത്രമേ നമുക്ക് ഡെപ്പോസിറ്റ് ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോഴേ നമ്മളെ ക്യാഷിലേക്കാണെങ്കിലും ബാങ്കിലേക്കാണെങ്കിലും ആ എമൗണ്ട് പോകുമല്ലോ. കിട്ടുന്ന സമയത്ത് എമൗണ്ട് ക്യാഷിലേക്കോ ബാങ്കിലേക്കോ പോകണമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ് ചെയ്തതെങ്കിൽ പിന്നെ ബാങ്കിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം, മേക്ക് ഡെപ്പോസിറ്റ് എടുക്കണം. എന്നിട്ട് ഇത് ടിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ ചെയ്യാനാക്കണ്ട, നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പൊ അതിൽ കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പൊ ക്രെഡിറ്റ് ഡിസ്കൗണ്ട് ആയി. ക്യാഷ് ഡിസ്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോ 10,000 രൂപയുടെ സാധനം നമ്മൾ 9,500 രൂപക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ റേറ്റ് ഒന്ന് കുറച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇത് ചെയ്യാനില്ല. ഇനിയുള്ളത് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷനും ഈ വേർഷനിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ ഷാനാക്ക് പറ്റും. ഷാനാന്റെ കയ്യില് ഞാൻ പറയുന്ന പോലെ നോക്കണേ. ഐറ്റം എടുക്കാം, ഐറ്റം ആൻഡ് സർവീസ് എടുക്കാം. അതില് ന്യൂ എടുക്കാം. ഇവിടെ അക്കൗണ്ട് ടൈപ്പില് ഇൻവെന്ററി അസംബ്ലി എന്ന് കാണുന്നുണ്ട്. ഇൻവെന്ററി അസംബ്ലി ഈ ലിസ്റ്റില് ആ ഉണ്ടാ? ആ ഉണ്ട്. ഓക്കെ, അപ്പൊ ഷാനാക്ക് ചെയ്യാൻ പറ്റും, ബാക്കി ആർക്കും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അതുപോലെ ചെയ്ത് നോക്കിക്കോ. എങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞുതരാം, ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ വേർഷനിൽ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടാം. നമ്മളെ ചപ്പൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഞാൻ ഗ്രൂപ്പിലിടാം. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ചെയ്യും. സാധാ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ജേർണൽ എൻട്രി ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ്ഡ് സോൾ 100 numbers ₹10 ആൻഡ് സ്ക്രാപ്പ് 200 numbers ₹5. അപ്പൊ 2 ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ചപ്പൽസ്. അപ്പം ചപ്പൽ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ടോട്ടൽ 3 ഐറ്റംസ് ആണ് അല്ലെ. ആ 3 ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ആ പർച്ചേസ് ചെയ്ത് നോക്കാം. പർച്ചേസ് ചെയ്യാം. ഐറ്റം എടുത്തിട്ട് ഐറ്റം ആൻഡ് ഇൻവെന്ററി, സോറി, സർവീസ് എടുക്കാം. എന്നിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഐറ്റം, ന്യൂ, ഇൻവെന്ററി പാർട്ട് എടുക്കാം. എന്നിട്ട് ഈ സോള് സ്ക്രാപ്പ് ഉണ്ടല്ലോ, ആ 2 ഐറ്റം ക്രിയേറ്റ് ചെയ്യും. ഐറ്റം നെയിം കൊടുക്കാം, സോള്, ഇൻകം അക്കൗണ്ട്, സെയിൽസ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം, ഐറ്റം ടൈപ്പ് ഇൻവെന്ററി പാർട്ട്, ഐറ്റം നെയിം സ്ക്രാപ്പ്, ഇൻകം അക്കൗണ്ട്, സെയിൽസ്, ഓക്കെ കൊടുക്കാം. ചെയ്താ?
ചാന കംപ്ലീറ്റ് ആയാ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ വേറെ കമ്പനി ക്രിയേറ്റ് ചെയ്തു. വേറെ കമ്പനിയിലെ ചെയ്യുന്ന? ആ, ഒക്കെ കൂടെ ഒന്നിലാകുമ്പോ അത് കൺഫ്യൂഷൻ ആയല്ലോ പിന്നെ നോക്കുമ്പോ. ആ ഓക്കെ, എന്നാ പിന്നെ വേറെ കമ്പനി എടുത്ത് ചെയ്തു. ക്യാപിറ്റൽ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തു. ബാക്കിയുള്ളവർ പറയുന്ന സമയത്ത് എങ്ങനെയാന്നുള്ളത് നോട്ട് എഴുതി എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ വേറെ വേർഷനിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സിമ്പിളാണ്. നമ്മളെ ടാലിന്റെ അത്ര ഒന്നുമില്ല ചെയ്യാൻ. PhD പോലെ ഇത് സിമ്പിൾ, പ്രൊഡക്ഷൻ സിമ്പിൾ. ADCയിലല്ലേ നമ്മൾ ചെയ്ത് പ്രൊഡക്ഷൻ? PhDയിൽ ചെയ്തിട്ടില്ലല്ലോ. ഏതില് ചെയ്ത ഓർമ്മ ഉണ്ടോ? ADCയിലാന്ന് തോന്നുന്നു. ഇൻവെന്ററി ആൻഡ് അസംബ്ലിന്ന് കൊടുത്തില്ലേ? ADCയിലല്ലേ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടില്ലേ? ഇതും അതുപോലെ തന്നെ സിമ്പിൾ ആണ് ചെയ്യാൻ. ആ ക്യാപിറ്റലും ചെയ്യാം, ആ പർച്ചേസും ചെയ്യാം. അവിടെ സോളോ സ്റ്റാപ്പ് സാധാരണ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. പാർട്ടി നെയിം VK ചപ്പൽസ്. പ്രൊഡക്ഷൻ ചെയ്യാൻ എന്താണ് ടൈപ്പിൽ വേണ്ടത്? പ്രൊഡക്ഷൻ ചെയ്യാന് ടൈപ്പിൽ എന്തേനു വേണ്ടത്? അസംബിളാ? ഇൻവെന്ററി അസംബ്ലി അസംബിളി. ഉണ്ടോ? അല്ലല്ല, ഞാൻ എഴുതി വെച്ചതാ. അത് നമ്മൾ ചപ്പല് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ആ ആ. അതായത് ഏത് ഐറ്റാണോ നമ്മൾ
പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഐറ്റം ടൈപ്പ് നമ്മൾ മാറ്റി കൊടുക്കുക. ഇൻവെന്ററി അസംബ്ലി കഴിഞ്ഞു പറയും. കഴിഞ്ഞ പർച്ചേസ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ജസ്റ്റ് ചപ്പൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞുതരാം. ഐറ്റം ആൻഡ് സർവീസ് എടുത്തിട്ട് ഐറ്റത്തിൽ ന്യൂ തന്നെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാനിപ്പോ പറഞ്ഞ ഇൻവെന്ററി അസംബ്ലി കൊടുക്കാം ടൈപ്പ്. കൊടുത്തു. എന്നിട്ട് നെയിം ചപ്പൽ കൊടുക്കാം. യൂണിറ്റ് ചോദിക്കുന്നില്ലേ? യൂണിറ്റ് ഓഫ് മെഷർ. ഇല്ലേ? അവിടെ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. കൊടുത്താ? ചെയ്യാൻ പറ്റുന്നില്ലേ? വന്നാ? ഓക്കെ. ഇനി ഇൻകം അക്കൗണ്ട് സാധാരണ നമ്മള് സെയിൽസ് തന്നെ കൊടുക്കാം. ഇൻകം അക്കൗണ്ട് സെയിൽസ്. താഴെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ? ഇൻകം അക്കൗണ്ട് സെയിൽസ് കൊടുത്തോ? കൊടുത്തു. ഓക്കെ. ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളിടത്ത് താഴെ ഓരോ ചപ്പൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഐറ്റം എത്ര ക്വാണ്ടിറ്റിയാ വേണ്ടത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റിയും റേറ്റും. സോൾ 1 സ്റ്റാപ്പ് 2 ഇത്രയും കൊടുത്തതിന് ശേഷം കൊടുത്തോ? ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെയിൽസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഇല്ലേ? സെയിൽസ് പ്രൈസ് കണ്ടോ? കണ്ടു. അവിടെ നമ്മളെ പ്രോഡക്റ്റ് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് ആ റേറ്റ് കൊടുക്കാം. നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് എത്രയാ? 50 അല്ലേ? 50. ആ 50 അടിച്ചു കൊടുക്കാം ഇവിടെ. ഇത്രയും കൊടുത്തതിന് ശേഷം ആ സ്ക്രീൻ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവും. പക്ഷെ ഇതില് കോസ്റ്റ് കൊടുക്കുമ്പോഴേ ഉം. കോളം വരുന്നുണ്ട്. കോളം ഇൻവെന്ററി പാർട്ടിക്ക് തന്നെ പോയിട്ടേ അവിടെ പോയിട്ട് കോസ്റ്റ് കൊടുക്കാനാ മിസ് പറഞ്ഞില്ലേ? 1 സോളേന്റെ റേറ്റ് കൊടുക്കാന്. അപ്പൊ റേറ്റ് കൊടുക്കാൻ വരുമ്പോ ഇൻവെന്ററി പാർട്ട് നമ്മള് ഐറ്റം എഡിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ. റേറ്റ് കൊടുക്കണ്ട, ക്വാണ്ടിറ്റി മാത്രം കൊടുത്താൽ മതി. റേറ്റ് നമ്മൾ ആ പർച്ചേസ് റേറ്റ് തന്നെ കാണിക്കും. എനിക്ക് സ്ക്രീൻ കാണാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ അല്ലേ? ആ സ്ക്രീൻ ഒന്ന് അയച്ചേ, ഫോട്ടോ എടുത്ത് അയച്ചേ ഗ്രൂപ്പിൽ.
ഓക്കെ. ഇതില് സ്ക്രീനിൽ ഷാനാന്റെ സ്ക്രീനിലാരും നോക്കാം. അക്കൗണ്ട് ഇവിടെ ടൈപ്പ് ഇൻവെന്ററി അസംബ്ലി മെയിലിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐറ്റം നെയിം ചപ്പല് കൊടുത്ത് പിന്നെ താഴെ യൂണിറ്റ് ഉണ്ടാവും, യൂണിറ്റ് ഓഫ് മെഷേഴ്സ്. അവിടെ അവിടെ അത് നമ്പേഴ്സ് കൊടുത്തിട്ടില്ലേ? അവിടെ അപ്പൊ ശരിയായി. അതില് ഓപ്ഷൻ വേറെ വേറെ വന്നു. നമ്പേഴ്സ് കൊടുത്തോ? നമ്പേഴ്സ് എടുക്കും. ഓക്കെ. യൂണിറ്റ് ഓഫ് മെഷേഴ്സ് നമ്പേഴ്സ് കൊടുക്കുക, കാരണം നമ്മൾ നമ്പേഴ്സിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. എത്ര നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മള് താഴെ ഇൻകം അക്കൗണ്ട് നമ്മളിപ്പം കൊടുക്കുന്ന പോലെ സെയിൽസ് കൊടുക്കുക. ഇൻകം അക്കൗണ്ടിന് തൊട്ട് മേലെ കാണാൻ പറ്റും സെയിൽസ് പ്രൈസ്. നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന പ്രൈസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാം. 50 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്, അത് കൊടുക്കാം. പിന്നെ താഴെ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളിടത്ത് നമ്മളെ ഐറ്റം സോള് സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി 1 കൊടുക്കുക, സ്ട്രാപ്പ് സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി 2 കൊടുക്കുക. ഇത്രയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഉം. ഇനി നെക്സ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? ആ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നമ്മളെ ഇതിൽ തന്നെ ഐറ്റം ആൻഡ് സർവീസസിൽ തന്നെ ആക്ടിവിറ്റീസിൽ ഇവിടെ കാണാൻ പറ്റും ബിൽഡ് അസംബ്ലീസ്. എൻ്റെ ഇതിലുണ്ടാവില്ല, ഷാനാനയിൽ ആ കാണാൻ പറ്റും ഇല്ലേ? ഉണ്ട്. ബിൽഡ് അസംബ്ലീസ് എടുക്കാം. അതിൽ അസംബ്ലി ഐറ്റം ചോദിക്കുന്നില്ലേ? ക്വാണ്ടിറ്റി ടു ബിൽഡ്. ക്വാണ്ടിറ്റി ടു ബിൽഡ്. ക്വാണ്ടിറ്റി ടു ബിൽഡ് എത്ര ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്? 50 അല്ലേ? 50 കൊടുക്കാം. അസംബ്ലി നെയിം അസംബ്ലി ഐറ്റം ചപ്പൽ കൊടുക്കുക, ക്വാണ്ടിറ്റി ടു ബിൽഡ് 50 കൊടുക്കാം, ബിൽഡ് ആൻഡ് സേവ്. ഇത്രയേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് മുന്നേ ആ സ്ക്രീൻ ഒന്ന് ഫോട്ടോ വെച്ചോട്ടോ, ഗ്രൂപ്പിലിട്ട്. അങ്ങനല്ലേ? അങ്ങനെയല്ല മിസ്സേ. നോക്കട്ടെ. അവിടെ ക്വാണ്ടിറ്റി നീഡഡിൽ വന്നിട്ടില്ലല്ലോ. ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് അല്ല വന്നിട്ടില്ല, ക്വാണ്ടിറ്റി നീഡഡിൽ വന്നിട്ടില്ലല്ലോ. അതന്നെ അതിന്റെ ഒരൊക്കെ ഏഹ് വേറെ എന്ത് ഓപ്ഷൻ മാറ്റാണ്ടായിരുന്നു? നോക്കട്ടെ. ആ അപ്പൊ വന്ന് അവിടെ ക്ലിക്ക് ചെയ്തപ്പോ ഉം അത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ല. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നില്ലേ? ആ മിസ് കോള് ആ എന്ന് പറഞ്ഞപ്പോ അയച്ചതാണ്. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ അയച്ചു. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ഉം. ഇപ്പൊ ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇത്രേ ഉള്ളൂ പ്രൊഡക്ഷൻ ചെയ്യല്. നമ്മളിൽ ചെയ്യാൻ പറ്റാത്തോണ്ട് ഈ വേർഷനിൽ ചെയ്യാൻ പറ്റുന്നില്ല. സിമ്പിൾ ആണ്, ഞാൻ ഈ പറഞ്ഞ പോലെ എടുത്ത് ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും അതിൽ വരൂല. ഓക്കെ.
നമ്മള് ക്യൂബിയില് നമ്മളിപ്പോ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ടാവും, അത് ഞാൻ എപ്പാന്ന് പറയാം. ജസ്റ്റിനെ ക്ലാസ് എൻഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റിനും കൂടെ വേണമെന്ന് പറഞ്ഞു. ജസ്റ്റിന് ഞാനുള്ളപ്പം മിസ്സേ ക്ലാസ് തീർക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ജസ്റ്റിനുള്ള ഒരു ദിവസം ലാസ്റ്റ് ക്ലാസ് വെക്കാം കേട്ടോ. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ കാര്യമൊക്കെ അത് സാറ് പറയും. ഉം. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ക്ലാസ് ഉണ്ടാവും, അത് ഞാൻ എപ്പാന്ന് വെച്ചാൽ ഗ്രൂപ്പിലിടാം. ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചെയ്യുന്നതിലോ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എക്സാമിന് പറഞ്ഞുതരോ ഏതിന്റെ ഭാഗത്തുനിന്നാണ്? ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് കുറച്ച് മോഡല് അയച്ചിട്ടുണ്ട്. മോഡല് അവിടെ ക്വസ്റ്റ്യൻ വേണമെന്ന് ഷാന പറഞ്ഞു. ഞാൻ പോയിട്ട് പിന്നെ എടുക്കാൻ വിട്ടുപോയി. ഞാൻ നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് അയക്കാം കേട്ടോ. ഓക്കെ. മോഡൽസ് നമ്മളെ സാറിന് ഓപ്പണിംഗ് ബാലൻസിന്റെ പ്രോബ്ലം ഇല്ലേ, അത് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കിയാലോ? കിട്ടാത്ത ആർക്കും ഏത് ഓപ്പണിംഗ് ബാലൻസിന്റെ പ്രോബ്ലം ഇല്ലായിരുന്ന മറ്റേ ഒരു വലിയ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഇല്ലല്ലേ? ആ തെറ്റിപ്പോയതല്ലേ? ആ അതെ അതെ, അതുണ്ട് കൺഫ്യൂഷനിൽ. അത് എല്ലാവർക്കും വേറെ വേറെ ആൻസറാ വരുന്നത്. ആ എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ എവിടെയോ ചെയ്യുന്നതിൽ എന്തോ വന്ന മിസ്റ്റേക്ക് ആണ്, അല്ലാണ്ട് തെറ്റൂല. നമ്മളെവിടെയോ എന്തോ കൊടുത്തതില് ചിലപ്പോ ഈ റെഫറൻസ് നമ്പറിലെല്ലാം വന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പറിലെല്ലാം വരുന്ന വ്യത്യാസം, അത് കൊടുക്കാൻ വിടാ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും തെറ്റുന്നത്. അത് ഇരുന്നിരുന്ന് മതിയായി മനസ്സിലായി. അത് കറക്റ്റ് ചെയ്യാത്തോണ്ട് മനസ്സമാധാനം ഇല്ലല്ലേ? ഇല്ല. എല്ലാം കറക്റ്റ് ആക്കുമ്പോ ഒന്ന് മാത്രം മിസ്റ്റേക്ക് ആയിട്ട് കിടക്കുമ്പോ ഒരു ഇതല്ലേ, പെൻഡിങ് കിടക്കുന്ന വർക്ക് പോലല്ലേ. നിങ്ങൾ വീണ്ടും വീണ്ടും അതന്നെ ചെയ്തു നോക്കി. ആ കൊറേ പ്രാവശ്യം ചെയ്തു. വീണ്ടും ചെയ്ത് മിസ് പറഞ്ഞില്ലേ ഫസ്റ്റേക്ക് ചിലപ്പോ ഓർഡറിൽ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റേക്ക് വീണ്ടും ഇന്ന് കമ്പനി ഒക്കെ എന്നിട്ടാണ് ഞാനിപ്പോ ഞാൻ കരുതിയത് ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്ന മെത്തേഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കുമല്ലോ, ഒരുപോലെ ആയിരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ ഷാനയുടെയും ഷഫ്നയുടെയും റിപ്പോർട്ട് നോക്കി, രണ്ടാമതും വ്യത്യാസമാണ്. അതെ ഒരു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ് പറ്റുന്നത് എന്നുള്ളത്. എനിക്കാണെങ്കിൽ അത് മൊത്തം ചെയ്തു നോക്കാനുള്ള ടൈമും ഇല്ല. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം മറ്റേ ക്ലാസ് വന്ന് മൊത്തത്തിൽ ബിസിയാണ്. നമുക്ക് നാളെ നോക്കിയാലോ? നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് ചെയ്ത് നോക്ക്. അത് ചെയ്ത് നോക്കി എന്നിട്ട് തന്നെ കിട്ടുന്നതേ മിസ്സിന് ലാസ്റ്റ് അയച്ചെന്നേ. അതന്നെ കിട്ടുന്നത്. അതെ, ഒരു എനിക്ക് കാര്യം ചെയ്യും, ബാക്കിയുള്ള മിസ്സിന് ലാസ്റ്റ് അയച്ചെന്നില്ലേ, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ആ ഇൻവെന്റ് കുറച്ചൊരു ആ ഒരു 300 മിസ്സിങ് ആണ്. അത് എവിടെ എന്താ കിട്ടുക, കൂടുതൽ അയക്കാണ് കുറഞ്ഞൊക്കെയല്ല കൂടുതൽ അയക്കുക. ഞാനത് സാറിന്റെ അടുത്ത് സംസാരിച്ചു, നിങ്ങളെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തു. അവിടെ ഒരു സാറുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞതെന്ന് വെച്ചാല് അവരെ കൊണ്ട് ഇൻവെന്ററി ചെക്ക് ചെയ്യിക്കണ്ടെന്നാ പറഞ്ഞത്. ഇൻവെന്ററി എങ്ങനെയെങ്കിലും മിസ്റ്റേക്ക് വരാം. പിന്നെ ഞാനാണ് നിങ്ങളെ കൊണ്ട് ഇൻവെന്ററി ചെക്ക് ചെയ്തോന്ന് പറയുന്നത്. സാർ അവിടെ ലാബിൽ ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി ചെക്ക് ചെയ്യിക്കലില്ല എന്ന് പറഞ്ഞത്. കോസ്റ്റ് മെത്തേഡ് മാറുന്ന സമയത്ത് മാറും സാർ എന്തൊക്കെ പറയുന്നുണ്ട്. ഇൻവോയ്സില് ഇൻവോയ്സ് നമ്പർ ചേഞ്ച് ചെയ്യുമ്പോ ഒക്കെ ഇൻവെന്ററി മാറാം, അതുകൊണ്ട് നിങ്ങൾ അവരെ കൊണ്ട് ഇൻവെന്ററി ചെക്ക് ചെയ്യിക്കണ്ടെന്നാണ് പറഞ്ഞത്. സാറിന്റെ ഭാഗത്തുള്ള റിപ്ലൈ അതാണ്, നിങ്ങളെ ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറയുന്നത്. എനിക്കിപ്പോ ഇൻവോയ്സ് നമ്പറിന് മാത്രമേ എഴുതുള്ളൂ. ഞാൻ അടിച്ചതിന്റെ പിന്നെയും കൊടുത്തിനോ എന്നുള്ള ഡൗട്ട്. പിന്നെ ഞാൻ അത് ക്ലോസ് ചെയ്തു, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഉം. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്തേ പറ്റുമെങ്കിൽ നിങ്ങൾ വീണ്ടും കറക്റ്റ് ശ്രദ്ധിച്ചിരുന്ന് ചെയ്ത് നോക്കാം. വേറെ എന്താ ചെയ്യാ? ഏത് വിഷയം എന്നിട്ട് മനസ്സിലാക്കി. എനിക്കാണെങ്കിൽ അത് ചെയ്യാനുള്ള സമയം അത് ഒരുപാടുണ്ട്. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോ മറ്റന്നാൾ എത്തി. പക്ഷെ ഞാനിപ്പോ പുതിയ ബാച്ചിന് തന്നെ ക്ലാസ് എങ്ങനെ കൊണ്ടുപോകാനാണ്. ഇപ്പൊ ഞാൻ കുറച്ച് എടുക്കും, പിന്നെ സാറിന് കുറച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിക്കാം. ശരി. എക്സാം ഒന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഷാനി ഷഫ് ആരൊക്കെ അത് ചെയ്തത്? ഫാമി ചെയ്തിട്ടില്ലേ? ആ ചെയ്ത് ആൻസർ വേറെ പക്ഷെ അല്ലേ, അതാണ് മൂന്നാളുടെ ആൻസർ പറയാം. നമുക്ക് മൂന്നാളുടെ ഒരുപോലാണെങ്കിൽ വിചാരിക്കാം നിങ്ങൾ മൂന്നാള് ചെയ്തത് കറക്റ്റ് ആണ്, എവിടെയോ വേറെ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ നിങ്ങൾ മൂന്നാള് ചെയ്തത് മിസ്റ്റേക്ക് ആണ്, വേറെ വേറെ ആൻസേഴ്സ് ആണ്.
അതെവിടെ എങ്ങനെ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. അല്ല എക്സാമിന് ടാലി മാത്രമല്ലേ ഉള്ളൂ? ആ എക്സാമിന് ടാലി മാത്രമേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൂന്നാൾക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാൾ ഇരുന്ന് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, എന്നിട്ട് ഓരോന്ന് എടുത്ത് നോക്കുക. ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, പക്ഷെ അതില് മാത്രം അത് കിട്ടണില്ലേ. എവിടെന്നാ വന്നല്ലേ? ഇൻവെന്ററി അല്ലേ? ആ, ഉം. എവിടെന്നാ വരുന്നതെന്ന് അറിയുന്നില്ല. ഞാൻ ആ പ്രോബ്ലം ഞാൻ ചെയ്തു നോക്കിയിട്ടുമില്ല. മിസ് റീസൺ ടൈം കിട്ടുമ്പോ മാക്സിമം ചെയ്തു. നമുക്ക് നാളെ ഈ ടൈമിലൊന്നും ഇതേപോലെ അതൊന്ന് വെച്ചാലോ, ട്രൈ ചെയ്യാൻ. അത് ചെയ്യാനോ? നാളെ നോക്കട്ടെ, ടൈം ഉണ്ടാവുമോന്ന് അറിയില്ല. അല്ല, ഈ ടൈം ക്ലാസ്സിന്റെ, ഏത്? നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ടൈം ഉം. ബുദ്ധിമുട്ടില്ലെങ്കില്. ഞാൻ എന്തായാലും നോക്കാം. ഓക്കെ. ഏതിലേനും അത് PhD അല്ലേ? ഹിസ്റ്ററി ആണ് തോന്നുന്നത്. അല്ലേ? ആ അതെ. ആ. ഓക്കെ. ഏത്? ആ പതിനകത്ത് പറഞ്ഞാലേ ഈ വെളുപ്പിങ്ങനെ കുത്തിരിച്ചാണ് തുടങ്ങാറാണ് കേട്ടാ. അപ്പൊ ഇൻഷാല്ല ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് നാളെ അറിയിക്കാം കേട്ടാ. ഓക്കെ, നേരത്തെ അറിയിക്കണേ. ആയിക്കോട്ടെ. ഒക്കെ കഴിഞ്ഞു, കുളിച്ച് റെഡിയായി ലാപ്പിന് മുന്നിലിരിക്കും. മിസ് പറഞ്ഞു ക്ലാസ്സിലില്ല. ഓ, കുളിച്ച് റെഡി ആയിട്ടൊക്കെ ക്ലാസ്സിലിരിക്കുക. വീഡിയോ ക്ലാസ് ഒന്നല്ലല്ലോ. അതല്ലേ, എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ തകൃതിയായിട്ട് കഴിക്കാറേ. ഒക്കെ കഴിച്ച് സാധനം കുളിച്ച് വന്ന് കണ്ട് എടുത്തപ്പോ ക്ലാസ്സിൽ കാര്യം. രണ്ടു മൂന്ന് തവണ ഇന്നലെ സംഭവം എനിക്ക് വേറെ പോവാണ്ടായിരുന്നു. അപ്പൊ എന്റെ മൈൻഡിലുള്ളത് ഞാൻ ക്ലാസ് ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ 11:30 ആകുമ്പോ ഫാമിലി മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നെ. ഞാനപ്പോ ഫോൺ എടുത്തപ്പോഴോ കമ്മി ചോദിച്ചതുകൊണ്ട് ഉം. എന്തായാലും ഇൻഷാല്ലാ ഒന്നെങ്കില് പിന്നെ നോക്കിയിട്ട് നാളെ എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ജസ്ന ഒരു ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്ന. ജസ്ന ഉണ്ടെങ്കിൽ ഏത് ദിവസമാണ് നോക്കിയിട്ട് എന്തായാലും 1-ാം തീയതിക്കുള്ളിൽ ഞാൻ ക്ലാസ് പറയാം, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ടൈമും പറയാം. അന്ന് നമുക്ക് എടുക്കാം, എന്നിട്ട് ഒന്നിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. ആ അല്ലെങ്കിൽ ഫ്രൈഡേ ആയാലും കുഴപ്പമില്ല, കാരണം നമ്മളെല്ലാവരും നാട്ടിലുണ്ട്. നോക്കാം. ഓക്കെ ഇൻഷാല്ലാ. ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല. ഏഹ് വെള്ളിയാഴ്ച ഹസ്ബൻഡ് വരുന്നേന്ന്. വെള്ളിയാഴ്ച മറ്റേ ഡിഫേ ഉണ്ട്, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നോക്കിയിട്ട് ചെയ്യാം. ആ ഇപ്പൊ